പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി നമ്മുടെ പുതിയ ബഡ്ജറ്റ് വരികയാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ബഡ്ജറ്റ് വരികയാണ്. അപ്പോൾ ഇതിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന, കേരളത്തിലെ അടക്കം കർഷകരായിട്ടുള്ള ആളുകൾ ഉറ്റുനോക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം, അപ്പോൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് നേരിട്ട് പണം കർഷകരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന, അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന കിസാൻ സമ്മാൻ നിധി യോജന. ഈ ഒരു പദ്ധതി ആനുകൂല്യം അടുത്ത മാസമാണ് ലഭിക്കേണ്ടത്. ഫെബ്രുവരി മാസത്തിൽ ഇതിൻ്റെ തുകയുടെ വിതരണം ഉണ്ടാവും. വിതരണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാളിതുവരെയായും ₹1 പോലും ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിൽ കുടിശ്ശിക വരികയോ മുടക്കം വരികയോ ചെയ്തിട്ടില്ല. മാത്രവുമല്ല, തുക മുൻപ് തന്നെ ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് മുൻപേറായിട്ട് വരെ തുക നൽകുന്ന സാഹചര്യവുമുണ്ടായി. കൂടാതെ ഈ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് അവർ KYCയും അതുപോലെ തന്നെ എയിംസിൻ്റെ പോർട്ടലിലൊക്കെ ബന്ധിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ മുടങ്ങിക്കിടക്കുന്ന തുക വരെ അവർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്രയും ഒരു ദീർഘകാലത്തേക്കാണ് ഈ ഒരു പദ്ധതി ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം 4 മാസം കൂടുമ്പോഴാണ് ഈ ഒരു തുക ലഭിക്കുന്നത്. മാത്രമല്ല, കേരളമല്ലാത്ത മറ്റു പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള ഒരു സർക്കാർ അതാത് സംസ്ഥാനങ്ങളിലുണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ ഈ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് 2500 രൂപയിലേക്ക്. അതായത് 2000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും 500 രൂപ അധികമായിട്ടുള്ള വിഹിതവും കൂടി ചേർത്ത് 2500 രൂപ വരെയൊക്കെ ആക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഇതാക്കിയിട്ടില്ല. കാരണം 2 ചേരിയിലുള്ള 2 സർക്കാരാണ് നമ്മൾ രണ്ടിടത്തും ഭരിക്കുന്നത്. മാത്രമല്ല, ഈ വരുന്ന ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഉണ്ടാകുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു കിസാൻ സമ്മാൻ നിധിയുടെ വർധനവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ JP നദ്ദ, മുൻപത്തെ BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന JP നദ്ദ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിൻ്റെ പരമാവധി തുകയല്ല ഈ ഒരു 2000 രൂപ. തീർച്ചയായിട്ടും NDA സർക്കാർ വീണ്ടും ഈ ഒരു തുക ഉയർത്തും. ഇതിൽ യാതൊരു സംശയവും വേണ്ടാവുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ആനുകൂല്യമാണ് ഈ ഒരു കിസാൻ സമ്മാൻ നിധി. തീർച്ചയായിട്ടും ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിൻ്റെ വർധനവ് ഈ ഒരു സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പല സംസ്ഥാനങ്ങളിലായിട്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. നമുക്കറിയാം, സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഒരു സൗജന്യ അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഭരണകക്ഷികൾ വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് ഇലക്ഷനോടനുബന്ധിച്ച് തന്നെയാണ്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനുകളിൽ, കേരള ഉൾപ്പെടെയുള്ള നിയമസഭാ ഇലക്ഷനുകളിൽ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ തീർച്ചയായിട്ടും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം 2000 രൂപയിൽ നിന്നും 3000 അല്ലെങ്കിൽ 2500 രൂപ വരെയോ ആക്കി ഉയർത്തുന്ന ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം സാധാരണ ഈ ഒരു സമയത്ത് പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനോടെ പോലെയൊക്കെയുള്ള സമയത്തായിരിക്കും ഉണ്ടാകുക. കാരണം ഏറ്റവും കൂടുതൽ ഇലക്ഷൻ നടക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഇതുതന്നെയാലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഈ സമയത്തെ അടുത്ത ഗഡുത്തുക വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. ഇതിൽ ഈ ഒരു സംശയം വേണ്ട. നിശ്ചിതമായിട്ടുള്ള ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല.